രാജ്യത്ത് അതിക്രമിച്ച് കടന്ന് സ്ഥിരതാമസമാക്കുന്നവരെ ചില രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്കായി കാണുകയാണ് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് വെറുമൊരു ആരോപണം മാത്രമല്ല, വസ്തുതയാണ് എന്ന് വർഗീയ പ്രീണനം അജണ്ടയാക്കാത്തവരൊക്കെ സമ്മതിക്കുക തന്നെ ചെയ്യും. ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തികൾ വഴി എന്തുകൊണ്ടാണ് അന്യരാജ്യങ്ങളിൽ നിന്ന് ഇത്തരം കടന്നുകയറ്റങ്ങൾ ഇല്ലാത്തത് എന്നുള്ള അമിത്ഷായുടെ ചോദ്യവും പ്രസക്തമാണ്. നുഴഞ്ഞുകയറ്റവും ജനസംഖ്യാ വ്യതിയാനവും ജനാധിപത്യവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുന്നതിനിടെയാണ് അമിത്ഷാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വർഗീയ പ്രീണനം നടത്തി അധികാരത്തിലേറാനും അധികാരത്തിൽ തുടരാനും ആഗ്രഹിക്കുന്ന നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും നുഴഞ്ഞുകയറ്റങ്ങളെ പിന്തുണയ്ക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ബീഹാറിലും അടുത്തു തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പശ്ചിമ ബംഗാളിലും ഇന്ത്യ സഖ്യത്തിൽപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ BJP വിരോധം കൊണ്ട് രാജ്യ താൽപ്പര്യത്തിന് നിരക്കാത്ത രീതിയിലാണ് പെരുമാറുന്നത്. നുഴഞ്ഞുകയറ്റം രാഷ്ട്രീയ വിഷയമല്ല, അത് ജനാധിപത്യത്തിന് ഭീഷണിയായ ദേശീയ വിഷയമാണ് എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുകയാണ്. എന്നാൽ ഈ വീക്ഷണത്തിൽ കാര്യങ്ങൾ കാണാൻ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറല്ല. അവർക്ക് എങ്ങനെയെങ്കിലും വോട്ട് നേടിയാൽ മതി. അതിർത്തി രക്ഷാസേന കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നും അതിനാൽ നുഴഞ്ഞുകയറ്റം തടയേണ്ടത് കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നും പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നതിനെ അമിത്ഷാ നിശിതമായി വിമർശിച്ചു. അതേസമയം ഭൂമിശാസ്ത്രപരമായ കാരണത്താൽ വേലി പണിയാൻ കഴിയാത്ത ചില പ്രദേശങ്ങൾ അതിർത്തിയിലുണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ മാത്രം വിചാരിച്ചാൽ നുഴഞ്ഞുകയറ്റം തടയാൻ കഴിയില്ല എന്നും ചില സംസ്ഥാന സർക്കാരുകൾ നുഴഞ്ഞുകയറ്റക്കാരിൽ വോട്ട് ബാങ്ക് കാണുന്നതിനാൽ അവരെ സംരക്ഷിക്കുകയാണ് എന്നും അമിത്ഷാ പറയുന്നതിൽ ആർക്കും നിഷേധിക്കാൻ സാധിക്കുകയില്ല. ഒരു വ്യക്തി അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കുകയും ജില്ലാ ഭരണകൂടം അവരെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ നുഴഞ്ഞുകയറ്റം എങ്ങനെ തടയാനാകും എന്നുള്ള അമിത്ഷായുടെ ചോദ്യത്തിന് പ്രതിപക്ഷ പാർട്ടികൾക്ക് മറുപടിയില്ല. അഭയാർത്ഥിയും അതിക്രമിച്ച് കയറുന്നവരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്തവർ തങ്ങളുടെ ആത്മാവിനെയാണ് വഞ്ചിക്കുന്നത് എന്നുള്ള ഷായുടെ വാക്കുകൾ ഉത്തരവാദിത്വ ബോധമുള്ള ഭരണാധികാരിയുടേതാണ്. 2011 ജനസംഖ്യാ കണക്കെടുപ്പ് പ്രകാരം ആസാമിൽ മുസ്ലിം ജനസംഖ്യയുടെ ദശവാർഷിക വളർച്ചാ നിരക്ക് വൻതോതിൽ ഉയർന്നത് നുഴഞ്ഞുകയറ്റത്തിൻ്റെ ഫലമാണ് എന്നുള്ള സത്യം കാണാതിരുന്നിട്ട് കാര്യമില്ല. പശ്ചിമ ബംഗാളിലെ നിരവധി ജില്ലകളിൽ ഇതുപോലെ മതപരമായ ജനസംഖ്യ വളർന്നിട്ടുണ്ട്. ചില അതിർത്തി പ്രദേശങ്ങളിൽ ഈ പ്രശ്നം അതിരൂക്ഷമാണ്. ജാർഖണ്ഡിലെ വനവാസി സമൂഹങ്ങളുടെ ജനസംഖ്യയിൽ ഗണ്യമായ ഇടിവ് സംഭവിച്ചിട്ടുള്ളത് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റത്തിൻ്റെ ഫലമാണ്. നുഴഞ്ഞുകയറ്റത്തെ പ്രോത്സാഹിപ്പിച്ച് വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വോട്ടർ പട്ടികയുടെ അടിയന്തര പരിഷ്കരണത്തിൽ ആശങ്കാകുലരാണ്. ഇത്തരമൊരു പുനഃപരിശോധനയിലൂടെ അനധികൃത വോട്ടർമാരെ പുറത്താക്കുന്നതിനെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി അനുകൂലിക്കുന്നില്ല. അനുകൂലിച്ചാൽ രാഷ്ട്രീയമായി തങ്ങൾക്ക് നഷ്ടം സംഭവിക്കും എന്നാണ് ഇവർ കരുതുന്നത്. ബീഹാറിൽ കോൺഗ്രസിനെയും RJDയെയും അനുകൂലിക്കുന്ന നിരവധി പേരുടെ പേരുകൾ നീക്കം ചെയ്യപ്പെട്ടതുപോലെ പശ്ചിമ ബംഗാളിലും സംഭവിക്കുന്നത് തടയാനാണ് മമത വിപുല ശ്രമം നടത്തുന്നത്. തീർച്ചയായും ഇത് രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരായിട്ടുള്ള നീക്കമാണ്. നരേന്ദ്രമോദി സർക്കാർ ഇതിനെ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് നുഴഞ്ഞുകയറ്റവും മതപരമായ ജനസംഖ്യയുടെ വളർച്ചയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള അമിത്ഷായുടെ വാക്കുകൾ.